സംഭവം രണ്ടും കളിപ്പിക്കാത്തുള്ള കുറച്ച് ഇവിടെ പ്രീപെയ്ഡ് ചെക്കന്മാർ തന്നെ സംഭവം 6:36 പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. നമ്മൾ നേരെ ഇനി ഇവിടുന്ന് കശ്മീരിലേക്ക് പോവാണ്. ഓക്കെ, ആദ്യം ഡൽഹി പോയിട്ട് അവിടെ നിന്നാണ് പോവാ. മാർച്ച് 22 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ നമ്മളെ നേശാണ്ട് വയസ്സ് ഓടിക്കണല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അടുത്ത കൊല്ലം എന്തായാലും യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാണ്, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. നമ്മൾ ഡ്രൈവർ സ്പാൾബർ മുമ്പാടെ ഇവിടെ ഉണ്ട്. ബാക്കില് എങ്ങോട്ടാണ്? ഡൽഹി കാശ്മീർ പോലെ നമ്മള് ഉണ്ടോ? 5 അടിക്കാനുണ്ട്. അപ്പോ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇനി നേരെ പോവാണ്. കൊച്ചിയുടെ നല്ല വെയിലാണ് സുഹൃത്തുക്കളെ. പക്ഷെ നമ്മളെ നാട് അത്ര അല്ല കേട്ടോ, മലപ്പുറത്ത് അത്ര വെയിലില്ല. ഇങ്ങനത്തെ ഓട്ടോസ് ഇവിടെ ഇറങ്ങിക്കല്ലേ? ഇത് ഫുള്ള് ഇങ്ങനത്തെ ഇവിടെ ഇപ്പൊ ഡൽഹിയിലുള്ളേ ബ്ലാക്കില്ല ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് ഈ ഭാഗത്തേക്ക് പോണു. ദുബായിന് വിചാരിച്ചാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കൊച്ചിയുടെ വഴിയോരങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയോ? പനമ്പള്ളി ഏറ്റവും നല്ല പോർശ്ശേരിയ ഇവിടെ മറ്റേ മലപ്പുറങ്ങരെ അടിപൊളി തട്ടുകടല്ലേ? ഇന്നത്തെ ബ്ലോഗിൽ പറഞ്ഞു കിട്ടിയില്ല തട്ടുകടല്ലേ? അതായത് ഇതിന്റെ പിന്നിൽ വലിയൊരു കഥ ഉണ്ടോ. 8 കൊല്ലം മുന്നേ ചെക്കന്മാർ അവിടുന്ന് ഗ്യാസ് അടുപ്പും വിറകൊക്കെ നാട്ടിൽ നിന്ന് ഏറ്റി കൊണ്ടുവന്ന് കണ്ട് ഇവിടെ ഒരു വലിയൊരു സംരംഭം സ്ഥാപിച്ചു. ഇന്ന് കൊച്ചിയിലെ 5 പ്രമുഖ തട്ടുകടകളുടെ ഉടമയാണ് ഈ ബേക്കറി ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉപ്പും മുളകും. ഒരുപാട് സെലിബ്രിറ്റീസ് ഒന്ന് കഴിക്കലില്ലേ? ഇവിടെ ഒന്ന് കഴിച്ചോണ്ട് നിങ്ങളൊക്കെ. എന്റെ പേര് പറഞ്ഞാൽ മതി. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ തരും, ഭക്ഷണം തരും. 5 ആളുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരാൾക്ക് ഫ്രീ. മമ്മൂക്കാന്റെ ഒക്കെ വീട് എവിടെയാണ്? ഞാൻ മനസ്സിലാക്കാം. എവിടെയാണ്? അടുത്ത റേറ്റിന്ന് 2ാമത്തെ വീട്. ഇപ്പൊ ഏലംകുളത്തല്ലേ? പനമ്പള്ളിയിൽ തന്നെ ഇപ്പോഴും. ഞാൻ അത് ചെന്നപ്പോ ഇങ്ങോട്ട് കയറാൻ വന്നില്ലേ? ഇതല്ലേ മമ്മൂക്കാന്റെ വീട്? ഇതല്ല, ഈ 3ാമത്തെ വീടാട്ടോ മമ്മൂക്കാന്റെ വീട്. കണ്ടോ? അങ്ങനെ സത്യമായിട്ട് സീരിയസ്ലി ഈ വിശ്വാസൊക്കെ നമ്മളൊന്നും അറിയില്ല കാര്യത്തിലല്ലേ പറഞ്ഞേ. ആരുടെയൊക്കെ ഉണ്ടെങ്കിലും നോമില്ലാത്തോര്. ഇതേതാ കോളേജ്? ഏത് സ്കൂളാ? അങ്ങനെ നമ്മള് ഉപ്പും മുളകും തട്ടുകടയിൽ എത്തി സുഹൃത്തുക്കളെ. അതായത് പക്കാ മലബാർ, തലശ്ശേരി, മലപ്പുറം, കോഴിക്കോടൻ ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി. ഗ്ലാസ് ഒന്ന് ഇതായിക്ക താത്തല്ല, വെള്ളം അടിച്ചങ്ങ് നമ്മള് പോട്ടെ. റമദാൻ ആയതുകൊണ്ട് ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ഫുഡുകളെ പറയണത് നോമ്പ് പറ്റും സത്യമായിട്ട്. അപ്പോ നമ്മളുള്ള ഫുഡ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കും. പുലിക്ക് സർവത്തൊക്കെ ഉണ്ടല്ലോ സുഹൃത്തുക്കളൂടെ. എത്ര മമ്പാടാ? ഇറങ്ങണോ? അബിയേ മാധവ വാ പെട്ടെന്ന്. ചെക്കൻ ചോറും കൊണ്ട് വരുന്ന സുഹൃത്തുക്കളെ. 2 ബ്ലോഗിൽ ഇപ്പൊ വന്നുട്ടോ. രണ്ടും കട്ട് ചെയ്തോ. ഫോളോവേഴ്സ് കൂടും. ഞങ്ങൾ പോയിട്ടെന്നാ കാണാം. സുഹൃത്തുക്കളെ, 8 മണിക്കാണ് ഫ്ലൈറ്റ്. സമയം 5:42. എത്തൂലേ? എത്തൂലോ? അജി എന്താ പറഞ്ഞത്? എത്തൂലാതെ. ആണോ?
എത്തൂലേ ട്രാഫിക്കാണെന്ന്. അത് പക്ഷെ ഡൽഹിയിൽ അത്ര ഒന്നും ഇല്ല. ബാംഗ്ലൂരും ഡൽഹിയിൽ അത്ര ഒന്നും ട്രാഫിക് ഇവിടെ അല്ല. ഹൈദരാബാദിന് അത്ര ട്രാഫിക് ഇല്ല. പക്ഷെ എവിടെയായാലും ട്രാഫിക് തന്നെയാണ്. ഈ വണ്ടിക്ക് ഒരു അടി വാങ്ങിത്തരും നോക്കി. അപ്പുറത്തെ കാക്കാര വേദ വൈപ്പർ പോണ സുഹൃത്തുക്കളെ. അതിലും പോളടിച്ചില്ല ഡെയിലി ഇത് വാങ്ങും നമ്മള് വണ്ടി. പക്ഷെ മറ്റേ പറക്കുന്നുണ്ടെങ്കിലേ കുറച്ച് പുക കിട്ടു പോവാ. സുഹൃത്തുക്കളെ ഇതാണ് അവസ്ഥ. ഒരു ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെയാണ് ഈ വരുന്നത്. അതായത് ഈ ബസ്സുകാരുണ്ടല്ലോ സംഭവം ഉപകാരമൊക്കെ, പക്ഷെ ഇതിനെതിരെ ശരിക്കൊരു ഇത് വരണം. ഒന്നെങ്കിൽ ഓൽക്കുള്ളൊരു റൂട്ട്, അല്ലെങ്കിൽ എല്ലാരും ബസ്സിൽ വണ്ടി ബാക്കിയൊക്കെ നിരോധിക്കുക. നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ബസ്സുകാർ പോണ സ്പീഡും. സംഭവം ആകെ ടെൻഷനായി സുഹൃത്തുക്കളെ. ഭയങ്കര ട്രാഫിക്. എത്തുമല്ലേ അറിയില്ല. എത്തൂലേ ഈ റോട്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പെൺകുട്ടികളൊക്കെ താഴത്തേക്ക് നോക്കിയ വണ്ടി നടക്കുക ഇങ്ങനെ നടക്കും. ഈ ലൈനിന്റെ അപ്പുറത്ത് കൂടെയാണ് ശരിക്കും നമ്മൾ നടക്കുന്നത് അല്ലെ. ഇങ്ങനെ താഴത്തേക്ക് പോയി കിടക്കണം. കൈയൊക്കെ ഇങ്ങനെയാണ് നേരെ തട്ടിക്കഴിഞ്ഞാൽ ആകെ എത്തൂലേ. ആകെ പ്രാന്താണ് ഇവരാണെങ്കിൽ. എന്താണ് സുഹൃത്തുക്കളെ പെരുന്തിരക്ക്. എന്തായാലും ഫ്ലൈറ്റ് പോകണ്ടില്ല. നമ്മളതല്ല മോലല്ലേ മമ്മൂട്ടിയായി. ഫ്ലൈറ്റ് പോകണ്ടില്ല. സംഭവം എവിടേക്കായി സാധാരണ ഞാൻ എങ്ങനെ പോവാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഡൽഹിയിൽ എപ്പോഴും ഉണ്ടാകണോണ്ടേ നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡിൽ കിട്ടോ കഥ കേൾക്കണ്ട. നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തും. കാരണം മാക്സിമം ഊബറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ മെട്രോയിൽ വിടില്ല. കാരണം ഡയറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നാം ടെർമിനൽ ഒന്നിക്ക് പോയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാനുണ്ടെങ്കിൽ മുൻ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും. പക്ഷേ ഇപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കായിട്ട് നമ്മൾ ഇറങ്ങിയില്ല. 5:30 സംഭവം നല്ല ബ്ലോക്ക് കേട്ടോ. അപ്പോൾ എപ്പോൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നേരത്തെ ഇറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മൂഞ്ചും. അതായത് ആ ഇരുത്തൊരു സുഖം കിട്ടൂല. കാരണം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഫേസ് ഉണ്ടല്ലോ ആകെ ടെൻഷനായി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ലഗേജിൻ്റെ കയ്യിൽ ആകെ ഒറ്റ ബാഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിപ്പോൾ ഇനി ഞാൻ കൽപ്പിച്ചുകൂടി ഏറ്റവും ചെറിയ പുതിയൊരു ബാഗ് ഓർഡർ ചെയ്ത് ഇപ്പോൾ ഏറ്റവും ചെറുതാക്കി എടുത്താണ്. കാരണം 7 കിലോ കണക്കാക്കി എടുത്തത്. പക്ഷേ 7 രണ്ടുണ്ട്. അപ്പോൾ ചെക്കിൻ ബാഗിൽ ഇതിൽ വിടേണ്ടി വരും ലഗേജിൽ. ഇവരിപ്പോൾ ലഗേജിൽ വിട്ട് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് സാധനം തിരിച്ചു തരാം. അതാണ് പ്രശ്നം. എന്തായാലും പോയോക്കാം. സംഭവം 6:36 സുഹൃത്തുക്കളെ. നോമ്പ് തുറക്കാനുള്ള വകുപ്പില്ല. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഫുള്ള്. സത്യത്തിൽ പല മോട്ടറാക്കി അങ്ങനെയാണ് നമ്മൾ പോണ വഴിക്കുന്ന വെള്ളമൊക്കെ വാങ്ങിയിട്ട് സമയം അതിൽ പോയോട്ടെ. ഒന്നുകൂടി പറഞ്ഞൊന്നുകൂടി പറഞ്ഞാ മതി. എന്നാലും പറ. ആകെ ബ്ലോക്കാണ് സുഹൃത്തുക്കളെ. ഫുള്ള് വണ്ടികള്. അതായത് ഒരു ട്രാഫിക് റൂളോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആക്സിലേറ്റർ കൂട്ടുക. സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ കേരളത്തിലുണ്ട് പരിപാടി. അങ്ങനെ ഏതായാലും ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ പനമ്പള്ളി നഗറിന്ന് എയർപോർട്ടിലേക്ക്. നേരെ ഇപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം കഴിഞ്ഞു. ഇനി ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഇതാകാം. വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി ആവും. അതെനിക്കറിയില്ല. അടുത്ത് പുതിയ അറിവാണ്. സംഭവം നേക്കണ്ടോ. അപ്പം നേരെ ഇവിടെ പെട്ടെന്ന് വിട്ടോ. സമയം നോക്ക് 6:53. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് ഇറങ്ങുമ്പോ മറ്റേ സമയം നോക്കി സത്യല്ലേ 6:53 ആയിട്ടോ. നോമ്പ് പറഞ്ഞിട്ടില്ല. വെള്ളം വാങ്ങണം. നമുക്ക് അവിടെ ഉള്ളിന്നാക്കാം. മറ്റേതുണ്ടല്ലോ ഇവിടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഇവിടെ ഊബറും കാര്യങ്ങളൊന്നും ഓട്ടോറിക്ഷക്കാരെ ഇവിടെ എടുക്കാനൊക്കെ ഇവിടെ ലോക്കൽസ് അങ്ങനത്തെ കേസ്. സുഹൃത്തുക്കൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളൊടുവിൽ എയർപോർട്ടിലെത്തി. പക്ഷെ ഞങ്ങൾ നോമ്പ് പറഞ്ഞല്ലോ സുഹൃത്തുക്കൾ. ഇനി വെള്ളം കുടിക്കണം. നേരോടെത്തി. ഡിപ്പാച്ചേഴ്സ്
സുഹൃത്തുക്കളെ നമ്മളിവിടെ എത്തി. ചെക്കന്മാർ തന്നെ ഫുഡ് നമ്മൾ കഴിയുന്നുണ്ടോ നേരെ പോകാം. സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിൻ കാര്യങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് നമ്മള് നോമ്പൂർ തുറന്നല്ലോ സുഹൃത്തുക്കളെ. നമ്മൾ നേരെ നമ്മളെ ഇൻസ്റ്റാ 360 ഉണ്ടല്ലോ, അത് നമ്മളെ ക്യാമറന്റെ ഒരു വലിയ വടിയുണ്ട്, അത് ഈ ഹാൻഡ് ബാഗിലുണ്ട്. അത് കയറ്റുമല്ല എന്നറിയില്ല, അത് കയറ്റില്ല എന്ന് ഞാൻ തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. ഫുഡിന്റെ കയ്യിലുണ്ട്, പ്ലേറ്റ് എടുത്തിട്ടില്ല. നമ്മൾ ചെക്കന്മാര് പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് ഒരു പോവുള്ളൂ. പിന്നെ ഇവിടെ ചെക്കിങ്ങിലൊന്നും തിരക്കില്ല, സെക്യൂരിറ്റി ചെക്കില് നേരെ ഇങ്ങനെ പോയി നോക്കട്ടെ. പിന്നെ 2 തരം ചെക്കിങ് എല്ലായിടത്തും ഉണ്ടാവും. 3 തരം. ഒന്ന് VIP, പിന്നെ ഡിജി യാത്ര, പിന്നെ നോർമല്. അപ്പൊ ഡിജി യാത്ര ചെയ്ത ആളുകളിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ ഇല്ല, ഇത് കയറ്റി വിട്ടു. സാധാരണ ഇത് സ്റ്റിക്ക് ആയത്, മെറ്റൽ സ്റ്റിക്ക് ആയതുകൊണ്ട് കയറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാമറ നേരെ ഇവിടെ ഫിറ്റ് ചെയ്തു. അത് പിന്നെ നേക്കാക്കി. മനസ്സിലായോ? നമ്മളെ വാച്ചും പേഴ്സും ബോർഡിങ്ങും ക്യാമറയും ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ ചെക്കിന് കഴിഞ്ഞു. നമ്മളെ സാധനങ്ങൾ കിട്ടി. നമ്മളെ ബോർഡിംഗ് പാസ് ഉണ്ട്, പിന്നെ നമ്മളെ ഉപ്പും മുളകും തട്ടുകടയിലെ നമ്മളെ ഫുഡ് ഇവിടെ ഉണ്ട്, പിന്നെ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടോ. ഫുഡ് കഴിച്ചിട്ടുള്ള നല്ല വിശപ്പുണ്ട്. പിന്നെ ഇനി 2ാമത്തെ ഗേറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. എനിക്ക് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നേരെ ഇനി ഫ്ലൈറ്റിൽ കയറി നേരെ പോവാം. ഓക്കെ, 2ാമത്തെ ഗേറ്റിലാണ് നമ്മളത്. യാത്രക്കാരെല്ലാവരും ഇവിടെ റെഡി ആയി ഇരിക്കുന്നു. നമ്മൾ ടിക്കറ്റ് തടഞ്ഞു. ഷെഫീഖ് അലി, പാസ്പോർട്ട് ഇവിടെ അല്ല, കാരണം ഡൊമസ്റ്റിക് ആയതുകൊണ്ട്. ഫ്ലൈറ്റിന് നമ്പർ ഉണ്ടോ? എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗേറ്റ് നമ്പർ എഴുതി കണ്ടോ അവിടെ? ഉണ്ടോ? ഗേറ്റ് നമ്പർ 2 എന്നുണ്ടോ? ഗേറ്റ് നമ്പർ 2 ഇവിടെ. ഓക്കെ, ഇവിടെ 2 ഉണ്ടോ? ഫ്ലൈറ്റ് നമ്പർ ഉണ്ടോ? എയർ ഇന്ത്യ എക്സ്പ്രസ്. സോറി, എയർ ഇന്ത്യ അല്ല, ഇത് എയർ ഇന്ത്യയാണ്. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടാവും. IX1104 ഇവിടെ കണ്ടോ? IX1104. ഓക്കെ, അപ്പോ ഇത്തരം വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ ചെയ്യേണ്ട എന്താ അറിയോ? അവിടെയുള്ള യാത്രക്കാരോട് ഭയങ്കര പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചെക്ക് ഇൻ കൗണ്ടർ, ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ചോദിക്കുക. ഇൻഫർമേഷൻ കൗണ്ടറിൽ പോയിട്ട് കാര്യങ്ങൾ പക്ക ചോദിക്കുക. അതായത് ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, അപ്പോ ഓരോ ഫ്ലൈറ്റുകൾ ഉണ്ടാവും, ആ ഫ്ലൈറ്റുകളുടെ വിവരങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ചോദിക്കുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാതെ നമുക്ക് അറിയുന്നില്ല ആരെയും നമ്മളിങ്ങനെ നിൽക്കും. ചോദിക്കാൻ കുറെ ആൾക്കാർക്ക് മടിയാക്കാരം, ഈഗോ ഹേർട്ട് ചെയ്യും. അതിനൊരിക്കലും അങ്ങനെ നിൽക്കരുത്, ചോദിക്കുക. അല്ലെങ്കിൽ 10-20,000 രൂപ എടുത്ത ഫ്ലൈറ്റാണ് മിസ്സാവും. ഓക്കെ, ആദ്യമായിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താ അറിയോ? നേരെ നമ്മളെ ബോർഡിംഗ് പാസ് എടുക്കാൻ ട്രൈ ചെയ്യുക. അതിനാദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നേരെ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം നമ്മളെ ടിക്കറ്റ് ഉണ്ടല്ലോ, ഈ ഫ്രീ ആണ്. നേരം വൈകിയ ആൾക്കാരങ്ങനെ വിളിക്കും. അപ്പൊ ചെയ്യേണ്ടത് നമ്മളെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാല് നമ്മളെ ടിക്കറ്റ് ഉണ്ടല്ലോ, അതായത് ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന ആൾക്കാരോടാണ് പറയുന്നത്, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി. ഓക്കെ, ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാല് നിങ്ങളെ ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് ഓൺലൈൻ കോപ്പി ചെയ്തെടുക്കും. അത് നിങ്ങളെ കയ്യിൽ വെക്കുക. പ്രിന്റ് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് എടുക്കുക. പിന്നെ നിങ്ങൾ ID കാർഡ്, ഇന്റർനാഷണൽ ആണെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് കയ്യിൽ വെക്കുക. ഡൊമസ്റ്റിക് ആണെങ്കിൽ പാസ്പോർട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആധാർ കാർഡും പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാഷണൽ IDs ഉണ്ടെങ്കിൽ അത് പറ്റും. നേരെ ഉള്ളിൽ കയറുക. ചെക്കിന് ആദ്യം അവിടെ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറാൻ ചെക്കിൻ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ചെക്കിൻ ഉണ്ടാവും. അതായത് നമ്മളെ ബോർഡിംഗ് പാസ് എടുക്കാനുള്ളത്. അവിടെ കൊണ്ടുപോയിട്ട് ബോർഡിംഗ് പാസ് എടുക്കുക. ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും. ടിക്കറ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം ID കാർഡ്, പിന്നെ നേരെ നമ്മളെ ലഗേജ് ഏറ്റവും കുറവുണ്ടോ, ഒറ്റ ചെറിയ ബാഗ് 7.5 കിലോന് എടുക്കുക. അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് സംഭവങ്ങളൊക്കെ നമ്മളെ ഹാൻഡ് ബാഗിൽ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മൾ വേറെ ലഗേജ് ഉണ്ടെങ്കിൽ അത് ബാഗേജിൽ പോകും. ഡൊമസ്റ്റിക് ആണെങ്കിൽ നോർമൽ കേസിൽ 7 കിലോനും അതേപോലെ 7 കിലോ ചെക്കിങ് ഇതേപോലത്തെ ബാഗും, പിന്നെ 15 കിലോ നമുക്ക് ലഗേജിൽ വിടാൻ പറ്റും, ട്രോളി അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ ആ സാധനങ്ങൾ നോക്കുക. ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനുശേഷം പിന്നെ നേരെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട്, ഈ ഡൊമസ്റ്റിക് ആണ് പറയുന്നത്, ഡൊമസ്റ്റിക് പോകുന്ന ആളുകളോട് സെക്യൂരിറ്റി ചെക്കിന് എന്ത് ചെയ്യുക, നേരെ അവിടെ വീണ്ടും നമ്മളെല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യും, നേരെ ഉള്ളിൽ കയറും.
പിന്നെ ഓരോ ഗേറ്റ് ഉണ്ടാവും, ഇതേപോലത്തെ ഗേറ്റുകൾ. ആ ഗേറ്റിലേക്ക് എന്ത് ചെയ്യാം, നേരെ വരിക, ഫ്ലൈറ്റ് കയറാം, പോവാം. ഓക്കെ, ബാക്കി പറഞ്ഞു. ഇതിന് പുറത്തുനിന്ന് 50 റുപ്യ, ഇവിടെ എത്ര കിട്ടും? 150. ഈ ഒരു വെള്ളത്തിന് 150 രൂപ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീടിന്റെ പടച്ച റബ്ബിപ്പേരന്റെ ഒക്കെ പവർ ഉണ്ടല്ലോ. എത്ര ഗ്ലാസ് ജ്യൂസ് നമ്മള് കുടിക്കണില്ലേ ഒരു വീട്ടിൽ നിന്നൊക്കെ. അതിനൊക്കെ ഒരു 150 വെച്ച് പവർ ഇത് കൂട്ടാണെങ്കിൽ ദിവസം ഒരു 16 റുപ്യന്റെ ജ്യൂസ് കുടിക്കണ്ടാവും. ഇവിടെ വന്ന് പഠിച്ച റബ്ബ് സംഭവം. കോർപ്പറേറ്റുകള് പച്ച മനുഷ്യന്മാരെ ചാമ്പലല്ലേ. ഞാൻ പച്ച ടീഷർട്ട് ഇട്ടോണ്ടല്ലോ കേട്ടോ പച്ച എന്ന് പറഞ്ഞത്. അതായത് നോർമൽ ആളുകളൊക്കെ സംഭവം നിരുത്തരവാദിത്വം എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ എത്തിയിട്ട് നമ്മൾ ഇത്രയും നേരത്തെ ആണെങ്കിൽ നമ്മള് സംഭവം അവിടെ നമ്മൾ ഇറങ്ങാൻ വൈകിക്കണെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടുത്തെ കറക്റ്റ് ടൈമില് നമ്മൾ എത്തിയിട്ടുണ്ട്. സംഭവം ഇവിടെ എത്തിയപ്പോ ഒരു 10 മിനിറ്റ് ആണ് ഇങ്ങനെ നിൽക്കുക. ആ ഫ്ലൈറ്റ് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഞാൻ ഫ്ലൈറ്റിലാണ് തിരിച്ചു പോകാനുള്ളത്. ഞാനാണെങ്കിൽ ഫുഡും കൊണ്ട് ഫുഡ് കഴിക്കണം. സംഭവം രണ്ടും കൽപ്പിച്ചാത്തിയുള്ള കുറച്ച് ചോറും തീയതി കിട്ടും. ഇനിയിപ്പോ ഒരു ഫ്ലൈറ്റ് എടുത്താലും വേണ്ടി എടുത്തോ, ഞാൻ കഴിച്ചിട്ടേ പോകുള്ളൂ. ഇപ്പൊ പോലെ വിളിച്ചും ചെയ്തു. ആദ്യം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. സിനോ വൈബുണ്ട്. അപ്പൊ ഫുഡ് കുറച്ച് കഴിച്ചു, ബാക്കി ഇനി ഫ്ലൈറ്റ് ഉണ്ടോ. നമ്മള് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിട്ട് പോവാട്ടോ. ഞാനോ ഇതില് സീറ്റ് നമ്പർ ഉണ്ടാവും. 2 സീറ്റ് 3A. ഓക്കെ, ഇത് ഫ്ലൈറ്റ് വെച്ച് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫ്ലൈറ്റിന്റെ ഉള്ളിലല്ല, അത് പുറത്താണല്ലോ. നേരെ ഇങ്ങനെ ഉള്ളിൽ കയറും. आपातकालीन निकास के रो और अन्य निर्दिष्ट सीटें ബോർഡിംഗ് ഇവിടെ ഉണ്ട്. बोर्डिंग पास पर രണ്ടാമത് വാങ്ങിട്ടോ 150, 300 ജ്യൂസിന്. ट्रॉली बैग जैसे बड़े നേരെ എത്ര ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. आप अपने सामने की सीट ഒരു 10 ജ്യൂസ് കുടിച്ചേക്കും. 10 ഗ്ലാസ് വലിയ छोटी कैरी ऑन बैग ഇത് വത്തക്ക ജ്യൂസും വത്തക്കയും ക്യാരറ്റൊക്കെ ജ്യൂസ് കുടിച്ചേക്കും. എനിക്ക് എത്ര പൈസ കൊടുക്കണല്ലേ. നമ്മുടെ ഫുഡ് ഇവിടെ ഉണ്ട്. നല്ല പോത്തും ചിക്കനും നെയ്ച്ചോറും ഉണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത് എനിക്കും മടിയില്ല, ഞാൻ അവിടെ തിന്നു. വേറെ അടുത്ത വണ്ടിയിലും എല്ലാവരും ഉണ്ട് അവിടെയൊക്കെ. ഒന്നാമത് ഇപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിരിക്കണം, കുറച്ച് നല്ലോണം വെള്ളം കുടിച്ചു. അപ്പോൾ പിന്നെ വലിയൊരു വിശപ്പില്ല. ചിലപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടായിരിക്കും ബാക്കി കഴിക്കാം. പിന്നെ പോത്തായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ സ്മെല്ല് വരും. അപ്പോൾ ബോർഡിങ് കംപ്ലീറ്റ്. ഇനി കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ സാധനം കണ്ടോ, ഇത് സീറ്റ് ബെൽറ്റ്. ഓക്കെ, ഇത് നമ്മളിവിടെ ഒരു സാധനം കൂടി ഉണ്ടാവും. ഈ സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യുക, ഇത് ഇടുക. ഓക്കെ, നമുക്ക് സീറ്റ് ഉണ്ട്, ഇതുണ്ടാവും. ഇതിങ്ങനെ താവാനും സീറ്റ് ഇങ്ങനെ ചരിക്കാനും സാധാരണ നമ്മൾ പുഷ് ബാക്ക് ഇല്ല അത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് താവാൻ എല്ലാവരും അടങ്ങിയിരുന്നു. നേരെ ഫ്ലൈറ്റ് പോകണം. यदि इस प्रकार का ऑक्सीजन मास्क आपकी पहुंचने से पहले अपनी लाइफ जैकेट को ना फुलाएं, क्योंकि इससे विमान से निकलने में बाधा आ सकती है. അപ്പൊ ഇങ്ങനെ മെല്ലെ ഫ്ലൈറ്റ് എടുത്ത് തുടങ്ങിട്ടോ. വേറെ കുറെ അപ്പുറം നിർത്തിച്ച ഫ്ലൈറ്റുകളുണ്ട്. എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും അങ്ങനെ പല വണ്ടികൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിന് കിട്ടണം. സിയാൽ CIAL കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുള്ള്. കൊച്ചിന്റെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് അതായത് മേലേക്ക് എത്തിയിട്ടപ്പോൾ താഴേക്കുള്ള ദൃശ്യങ്ങളൊക്കെ. 1 minute
ഒരു അതായത് നമ്മൾ വേറൊക്കെ രാജ്യത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഇത് മനസ്സിലാക്കുക. കാരണം ചില രാജ്യങ്ങളെ കണ്ടില്ല നിങ്ങൾ, ഫുള്ള് വെൽ പ്ലാൻഡ്. ദുബായ് ഒക്കെ കണ്ടില്ല, ഫുള്ള് നല്ല രസമായിട്ട്. നമ്മളത് മോശമാണെന്നല്ല. അപ്പോൾ ഏതായാലും മറ്റേ പെരടിയിൽ വെക്കുന്ന സാധനമല്ല, ഞാൻ എടുത്തിട്ടില്ല. മറ്റേ എന്തേലും പറയാ, പേര് ഞാൻ മറന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിപ്പോൾ ഇങ്ങനെ പോയി ഇത് എവിടെ എത്തിയിട്ടോ, കാസർഗോഡ് ബോർഡർ കഴിഞ്ഞ് എവിടേക്ക് എത്തിക്കണ്. കാസർഗോഡാണോ ഏത് ബോർഡറാണ് നമുക്കറിയില്ല. ഏകദേശം ഫ്ലൈറ്റിൽ ഏകദേശം എല്ലാവരും ഉറങ്ങിയിരിക്കണേ കണ്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. എൻ്റെ മോനെ ഫ്ലൈറ്റിൽ ഉറക്കണ്ടല്ലോ, ഇത് വേറെ ഇതാണ്. പെരടി ഉളുക്കി ഇതാണ്. അപ്പോൾ ഇപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. എന്തായാലും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100-110 ഇങ്ങനെ 110 നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അതായത് 3 മണിക്കൂർ കൊണ്ട് 2500 കിലോമീറ്റർ കവർ ചെയ്യണേ ആലോചിക്കി. ഡൽഹിക്ക് ഏകദേശം 2500 കിലോമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെ പോയി ഇപ്പോൾ ഏതൊക്കെയോ ഇത് മുംബൈയാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റഷ് കാണുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മുംബൈ അല്ല, ഇത് ഡൽഹി എത്തി. 2-2.5 മണിക്കൂറായില്ല, അത് ഡൽഹി എത്തി. നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങാനായിട്ടോ. അതെ, അപ്പം നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇനി ഫ്ലൈറ്റ് എത്തി, ഡൽഹി എത്തി. ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട, അതായത് മറ്റേതിനെന്താ പേര് പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമിന് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാം. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ റിസ്ക് എടുത്തിട്ടുണ്ടോ കുറേ പിന്നാലെ, അതായത് കുറേ നമ്മൾ അതിപ്പോൾ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. ഓക്കെ, അപ്പൊ നേരെ നമ്മളിനി ഇവിടുന്ന് റൂമിലേക്ക് പോകുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ കടന്നു. ഓക്കെ, അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി എയർപോർട്ടിന് പുറത്തേക്ക് എത്തിയിട്ടില്ല. ബാഗേജ് കളക്ട് ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പിന്നെ അങ്ങനെ പോയിട്ട് ബാഗേജ് ബെൽറ്റ് ഉണ്ട്, അവർ അനൗൺസ് ചെയ്യും ഇന്ന ഗേറ്റിൽ ലഗേജ് കിട്ടുന്നത്, അത് നോക്കുക. ഇനി അതല്ല നമ്മൾ ഇവിടുന്ന് വല്ല ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ്, കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും, അതും അവർ പറഞ്ഞിടും. അനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ഉണ്ട് അവിടെ. കണക്ഷൻ ഫ്ലൈറ്റുകളാകുമ്പോഴേ നമുക്ക് കാശ്മീർക്ക് പോകാനാണെങ്കിൽ നേരെ കേരളത്തിൽ നിന്ന് ഡൽഹി വരണം, ഡൽഹിയിൽ നിന്ന് പിന്നെ കാശ്മീർ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, ബാംഗ്ലൂരിൽ നിന്ന് കാശ്മീർ, അല്ലെങ്കിൽ ഹൈദരാബാദ് അവിടുന്ന്. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് അത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ ഗേറ്റുകൾ ഉണ്ടാവും കേട്ടോ. കൊച്ചിയിലും കേരളത്തിലെ ബാക്കിയുള്ള എയർപോർട്ടിലൊക്കെ ഒന്നും നമുക്ക് ഉണ്ടാവും, അത് ഡൽഹിയിലുണ്ട്. ഇഷ്ടംപോലെ ഗേറ്റുകളുണ്ട്, 5-6 ഗേറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഗേറ്റിന്റെ നമ്പേഴ്സ് നോട്ട് ചെയ്യാം. ലഗേജ് ഇങ്ങനെ വരും കേട്ടോ. വേറെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതേപോലെ ലഗേജുകൾ വെക്കുമ്പോഴേ നമ്മള് അതേപോലെ ലഗേജുകൾ വെച്ചാണ് നമ്മൾ പോയി കഴിഞ്ഞാലേ അത് മിസ്സായി കഴിഞ്ഞാൽ അറിയും കൂടിയില്ല. സംഭവം എയർപോർട്ടാണ്, CCTV ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ വെച്ച് പോകുമ്പോൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്കൊക്കെ പോകും. പിന്നെ ആരെയും നമ്മളെ കൂടെ ഉള്ള ആൾക്കാരല്ലാത്ത ആരും വിശ്വസിക്കാതെ ഇരിക്കുക. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ 8ന്റെ പണിയാകാറ്. അപ്പൊ നമ്മൾ നേരെ ഇനി നമ്മളെ ഫുഡ് നമ്മളെ കയ്യിലുണ്ട്. സംഭവം ബീഫ് ആയതുകൊണ്ടേ സേഫ് സോണിൽ ഇരുന്ന് കഴിക്കണം. ഓക്കെ, നേരെ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഊബർ ആരെ കൊണ്ട് ഒരു തൊഴിലുണ്ടാവില്ല, പൈലറ്റുമാർ വരുന്നാക്കണ്. അപ്പൊ നമ്മള് നേരെ ഇനി പുറത്ത് കയറണല്ലോ. ഇപ്പൊ നേരെ ഇവിടുന്ന് എയർപോർട്ടിന്റെ പുറത്തേക്ക് എക്സിറ്റ് അടിച്ചു. അപ്പൊ നമ്മളിവിടെ വരുന്ന സമയത്തേ
ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ബാക്കിലുണ്ടാവും, ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അത് എല്ലാ എയർപോർട്ടിൽ പോയി അങ്ങനെ തന്നെ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വായി തോന്നിയ റേറ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് ഡ്രസ്സിങ്ങിലാണ്, കുറച്ച് സെറ്റപ്പിലാണ് കണ്ടു കഴിഞ്ഞാല് 500 റുപ്യന്റെ ചിലപ്പോ 5000 ആയിട്ട് മാറും. ഇവിടെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞാലും ഇതേപോലെയാണ് സീരീസ്. അപ്പൊ ഏറ്റവും ബെറ്റർ ഊബർ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓല പോലത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നേരെ കയറാം. അല്ലെങ്കിൽ എന്തായാലും വായി തോന്നുന്ന റേറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂല, നല്ല റേറ്റ് ആവും. എയർപോർട്ടിൽ ഓൺ അടിച്ചിട്ടുണ്ടാവും. ഒരു കൾച്ചറില്ലാത്ത ഓരോ ടീമാണ് ഇവിടെ വന്നാൽ നമ്മളെ സ്വഭാവം തന്നെ അങ്ങോട്ട് മാറും. നമ്മളും ആ ലെവലിൽ കണ്ടോ. ചെങ്ങായി വന്നിട്ട് നോക്കാം, ഓണം ചെങ്ങായി അവിടുന്ന് അത് നല്ല നീറ്റിൽ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വഭാവം കൊണ്ട് മാറും, നമ്മളതും മാറും. ഓരോ ഓണടി, ഓരോ ടീമുകള്, സംഭവം അപ്പോട്ടെ. അപ്പോ എന്താ പറഞ്ഞത്, ഊബർ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓല. അതും ഓണടിച്ചു നോക്കി. അതും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് വടച്ച റബ്ബേ, അതും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം പറയാനേക്കൂല, നമ്മളെ നാളോക്കി. അവോ ഊബർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ വരിക. ഊബറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് ടോള് കാരണം വാങ്ങും. ഒരിക്കലും കൊടുക്കരുത്, അത് ഉടായ്പാണ്. ഓക്കെ, ഊബറിന്റെ ഒരേ എമൗണ്ട് ഉണ്ടാവുള്ളൂ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷന്. അത് ഫിക്സ് ചെയ്തിട്ട് തന്നെ പോവാം. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മിനിമം 6 കൊല്ലം ഇവിടെ കയ്യിലെത്തി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളിനെ ഇവിടെ വന്നാണ് എന്ത് ചെയ്യും, ഇവലെ ആകെ ബുദ്ധിമുട്ടിച്ചു. അപ്പൊ പുതിയ ഒരാളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ വരുന്ന സമയത്ത് ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ മാക്സിമം ഉണ്ടാവുക, കാരണം ഫിക്സഡ് റേറ്റ് അല്ലാന്നുണ്ടെങ്കിലും മൂഞ്ചും കേട്ടോ. ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾക്ക് ഒരു നേക്കുണ്ട് തരും. ഇവിടുത്തെ പാർക്കിങ്ങും ടോളും നമ്മൾ കൊടുക്കണം പറഞ്ഞിട്ട്. അത് എവിടുത്തെ നിയമല്ല. ഓക്കെ, അത് നോക്കുക. സംഭവം ഊബറും ഒരു രക്ഷയില്ല. ഊബർ നമ്മളെ പറ്റിച്ചു തുടങ്ങി സുഹൃത്തുക്കളെ. ഊബറിന്റെ റേറ്റ് 800 രൂപ, നമ്മൾ 300-350 റുപ്യക്ക് പോണ. ഊബറിന് തോന്നിയ പോലെ ഊബറിന്റെ റേറ്റ് മാറ്റി. നമുക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ നേരെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഊബർ എടുത്ത് പോരാ. ഊബർ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനില്ലല്ലോ. സംഭവം ഇതേപോലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും. തൊള്ളി കൊള്ളാത്ത റേറ്റ് പറയട്ടോ, വായി കൊള്ളാത്ത റേറ്റ് ആണ് പറയാ. അപ്പൊ നിങ്ങള് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാല്ല. നമുക്ക് പിന്നെ ഇവിടുന്ന് പോകാൻ അറിയുകൊണ്ട് നമ്മള് റൂമിലെത്തും. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ ഒരു വണ്ടി കിട്ടി. ഇവിടെ കുറച്ച് ഗുണ്ടായിസമാണ് നമ്മൾ വരുന്ന സമയത്ത്. അതായത് നമ്മളിങ്ങനെ ആ രീതിയിലാണ് നമ്മളതാകാ. അപ്പൊ ഈ വണ്ടി 500 റുപ്യ, അവിടെ 1500 റുപ്യ പറഞ്ഞാൽ 500 റുപ്യക്ക് വണ്ടി എടുത്തു. ശരിക്കും നമ്മളെ റൂമിൽ എത്താൻ വേണ്ടി ആകെ 300 റുപ്യന്റെ കേസുണ്ട്. അപ്പൊ ഈ ബായി വേറെ ആൾക്കാരുണ്ടാണ് എടുത്തു. भाई पक्का ना बोल दिया ना? पक्का है भाई। हाँ, जबान दो यार। नहीं, मेरे पास नहीं, मेरे को एक ही जबान है। हाँ, जो मैं बोला वो मैं हूँ। जो आप कह रहे हो मेरी जबान है वही जा रहे हैं। नहीं, मेरे को एक ही जबान है। मैं 500 रुपये बोल दिया, वो बात नहीं, वहाँ करके वो ये मैं बोल रहा हूँ जामिया के नजदीक में ओखला विहार मेट्रो स्टेशन है। हाँ, वहाँ थोड़ा अंदर जाना है, हरी कोटी लाइन। पहले मुझे ये छोड़ेगा, उसके बाद आपको जाना है। हाँ, आपको कहाँ जाना? वहीं जा रहे हैं। पहले मुझे छोड़ेगा, उसके बाद वहीं जा जाना रहे वाले। हैं। आप जा रहे हो ना वहीं जा रहे हो। അപ്പൊ ഊബർ നമ്മളെ പറ്റിച്ചിട്ടുണ്ടേ. ഊബറിന് എത്ര പൈസ, 1000 ചില്ലറ റുപ്യക്ക് ഊബറിൽ കാണിക്കണം. ഇപ്പൊ എന്താ ഓരോ നേരെ പോകുന്ന അത് വിശന്നിട്ട് ദേഷ്യം വന്ന. ശരിക്കും ഇവിടെ അങ്ങനെയല്ല സുഹൃത്തുക്കൾ. നമ്മളിപ്പോ കൂളായിട്ട് ആൾക്കാരുടെ ബിഹേവ് ചെയ്യുന്ന ആ മനുഷ്യന്മാരാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര റോങ് ആയിട്ടാണ് ഇവര് ടോട്ടൽ സാധനങ്ങള്. ഫോണടിച്ച കണ്ടില്ല നിങ്ങള്? അങ്ങനെയൊക്കെ ഓരോരോ എന്തായാലും റൂമിലെത്തട്ടെ. നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ റൂമിലെത്തും. റൂമിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. ബാക്കി നാളെ വീണ്ടും നമുക്ക് രാവിലെ അല്ല രാത്രി, അതായത് നോമ്പ് തുറന്നിട്ട് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ, അതിന് മുന്നേ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും. നാളെയും ചിലപ്പോൾ ഫുഡ് ഇഫ്താറും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരിക്കും. കാരണം നാളെ നമ്മൾ നേരെ ജമ്മുവിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടോ. ഓക്കെ, ഒന്ന് ലൈക്കൊക്കെ ചെയ്യും, ജസ്റ്റ് ഒരു കമൻ്റ് ഒക്കെ അടി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി. ഓക്കെ.